എല്ലാവർക്കും അറിയാമല്ലോ എന്താ സംഭവം നടന്നെന്നുള്ളത്. ഇതിപ്പോ ഞങ്ങളുടെ ഏരിയയിലുള്ള കേൾക്കാമോ? ഞങ്ങളുടെ ഏരിയയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 117 മീറ്റേഴ്സ് ആണ്. അതില് നമ്മൾക്ക് അപ്രോച്ച് രണ്ടെണ്ണം, അതായത് ഈ ഭാഗത്തുള്ളതും പിന്നെ അങ്ങോട്ടുള്ള ഫ്രണ്ടിലുള്ള 17 മീറ്റേഴ്സ് ആണ് ആക്സസിബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങളിപ്പോ ക്ലീൻ ചെയ്ത് തുടങ്ങി. അത് ആക്ച്വലി ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പൊ നമ്മള് പലരും ജിജി തോംസൺ സാറിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ, ഈ പറഞ്ഞ മാതിരി കോർഡിനേഷൻ ആണ്. റെയിൽവേയുടെ കോർഡിനേഷൻ വേണം, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, പിന്നെ കോർപ്പറേഷൻ, ഇവരായിട്ട് എല്ലായിട്ടും ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതൊരു സ്റ്റേറ്റ് ഹയർ ലെവലിൽ നടത്തിയാലേ നടക്കുകയുള്ളൂ. അപ്പോ എന്താന്ന് പറഞ്ഞാല് ഇതിപ്പോ 2015 എല്ലാവർക്കും അറിയാം ഒരു ഓപ്പറേഷൻ അനന്ത് നടത്തിയായിരുന്നു സാർ, ജിജി തോംസൺ സാർ. അപ്പൊ കംപ്ലീറ്റ് റെസ്പെക്ടീവ് വെദർ ഇറ്റ്സ് റെയിൽവേ ലാൻഡ് ഒരു ഔട്ട്സൈഡ് അമ എഞ്ചിനത്തോടെ എല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തായിരുന്നു. ആൻഡ് 2018 അതുപോലെ അവർ കോർപ്പറേഷൻ തന്നെ ക്ലീൻ ചെയ്ത്, 22 അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത്. ലാസ്റ്റ് ഇയർ മാത്രമാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങളത് ക്ലീൻ ചെയ്ത്, അത് ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്തതാണ്. കാരണം വെച്ചാൽ കോർപ്പറേഷന്റെ പരിമിതി വെച്ചിട്ട് നമ്മളെ ഇനിഷ്യേറ്റീവ് ചെയ്തതാണ്. ഈ വർഷം കോർപ്പറേഷന്റെ സൈഡിൽ നിന്ന് പല റിക്വസ്റ്റ് വന്നു. ഞങ്ങൾ റെയിൽവേയുടെ സ്ഥലം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും. അവർ തന്നെ ഇറിഗേഷൻ തന്നെയുള്ള കോൺട്രാക്ടിനെയാണ് ഏൽപ്പിച്ചത്. അതെ, കോർപ്പറേഷൻ. കാരണം നിങ്ങളെല്ലാം കണ്ടതാണ്, വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഈ തോടിലോട്ട് വരികയാണ്. ഞങ്ങൾ അവിടെ മെഷ് കെട്ടിയിട്ട് മാത്രമാണ് കുറെയെങ്കിലും ആ കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്. എല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ഒരു 10 ഒരു 60 മീറ്ററിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. ഇത് ചെയ്യണമെങ്കിൽ അവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു ഉദ്ദേശം, നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ മുതൽ ഞങ്ങളെ ഓഫീസർ ഞങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഞാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ റോഡ് 4 and 3 and 4 ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു. റെയിൽവേ ബ്ലോക്ക് കൊടുത്തു ഞങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്ന് പിന്നെ ലൈറ്റിംഗ് ഇപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അഡീഷണൽ ലേബർ സപ്ലൈ നമ്മൾ കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു ഇനിഷ്യേറ്റീവ്, ഇൻഫാക്ട് ഇറ്റ് ഈസ് കോർപ്പറേഷന്റെ ജോലിയാണ് ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ളത്. ടണലിനകത്തുള്ള വേസ്റ്റുകൾ നീക്കം ചെയ്യേണ്ടത് റെയിൽവേ അല്ല ടണൽ അത് തിങ് ഇസ് നിങ്ങളിത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനേഷൻ എവിടെയെന്നുള്ളത് നോക്കണം. ഈ ഒറിജിനൽ എന്ന് പറയുന്നത് റെയിൽവേ ഉണ്ടാക്കിയതല്ല. ഇത് റെയിൽവേയുടെ ഞങ്ങളുടെ ഒരു അലിഗേഷൻ പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് ആണ്. റെയിൽവേക്ക് ഒരു വേസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ പിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, അതായത് റെയിൽവേ ട്രെയിൻസ് ക്ലീൻ ചെയ്യുന്നൊക്കെ വെള്ളം ഞങ്ങൾ ആക്ച്വലി വേറൊരു ലൈൻ വഴി ഒരു റെയിൽവേ ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റിൽ പോയിട്ട് തിരിച്ച് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളത് അമേജിൻ തൊഴിൽ ഒഴിക്കുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് യാർഡാണെങ്കിലും ട്രെയിനകത്ത് വേസ്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് പുറത്താണ് കളയുന്നത്. ഇവിടെയല്ല ഞങ്ങൾ കളഞ്ഞത്. റെയിൽവേയുടെ സൈഡിൽ ഒരു വേസ്റ്റ് കൂടി ഇതിനകത്ത് വരുന്നില്ല. 2015 2018 22 ചെയ്തായിരുന്നു. 23 ഞങ്ങൾ ചെയ്തു. കാരണം അന്നത്തെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷവും ഞങ്ങൾ ചെയ്യാൻ പോകും. ഞങ്ങളത് ശരിക്കും പറഞ്ഞ ഒരു ഈവൻ ദോ റെയിൽവേയുടെ അല്ലെങ്കിലും ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത കാര്യമാണ്. അത് നമ്മൾ അതും ഒരു എക്സ്പീരിയൻസ് ഇറിഗേഷൻ കോൺട്രാക്ട് തന്നെ വെച്ച് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എന്താന്ന് വെച്ചാൽ ബേസിക് പ്രോബ്ലം ആര് അഡ്രസ് ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റിക് വേസ്റ്റിനെന്ത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇത്രയും ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല, ഞാൻ ഇപ്പൊ എന്റെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഇടയിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒറിജിനൽ ഒരു സാധനത്തിന് ചെയ്യണ്ടേ? ഒറിജിനൽ എന്ന് പറഞ്ഞ സാധനം ആരാ ക്ലിയർ ചെയ്യേണ്ടത്? അതെ, ഒറിജിനൽ ആരാണ്? ഇല്ല, ആ മീറ്റിംഗ്സിലാണ് അവർ പറഞ്ഞത് റെയിൽവേ ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഇത് റെയിൽവേയുടെ അല്ല, ഇത് പറഞ്ഞത് മാത്രം. നിങ്ങൾ ജിജി തോംസൺ സാറിന്റെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ പറയുന്നത് ഇതൊരു കോർഡിനേറ്റ് എഫേർട്ടാണ്. അതായത് റെയിൽവേ വേണം, കോർപ്പറേഷൻ വേണം, മൈനർ ഇറിഗേഷൻ വേണം, മേജർ ഇറിഗേഷൻ വേണം, എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നല്ല. റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ ആ ഭാഗത്തു നിന്നാണ്. റെയിൽവേ അല്ല, ഈ ടണലിനകത്ത് കയറാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. കാരണം ടണലിനകത്ത് കയറി ജോലിയല്ല. ഞങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒരു ഓപ്പൺ ഉണ്ട്, ആ ഭാഗത്ത്
അപ്പുറത്ത് റൂട്ടുണ്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റ് ആണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. അല്ല സ്റ്റേറ്റ് ഇപ്പൊ അവര് പറയുന്നത് വെച്ചാല് ഞങ്ങള് അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കൊടുത്തില്ല, അങ്ങനെ ഒരു സംഗതിയില്ല. ഞങ്ങൾ വി ആർ റെഡി ടു ഗിവ്. ഞങ്ങൾ ഒരിക്കൽ നോ എന്ന് പറഞ്ഞിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്. സ്റ്റേറ്റ് ഗവൺമെന്റ് വന്ന് അവർ ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവർ പെർമിഷൻ ചോദിച്ച് ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത് പറയാൻ കാരണം ഒരു റോങ് ഇൻഫർമേഷൻ. ഞങ്ങളുടെ മാനുവൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ പിറ്റ് ലൈനിന് വെള്ളം മാത്രമേ ഞങ്ങൾ പിറ്റ് ലൈനിന് വരുന്ന വെള്ളം ഞങ്ങൾക്ക് ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റ് ഉണ്ട്, അതുവഴിയാണ് പോകുന്നത്. ബാക്കിയുള്ള വെള്ളമൊക്കെ ഗ്രില്ല് വെച്ചിട്ടാണ് ആ വെള്ളമാണ് ഇവിടെ വരുന്നത്. ഒരു വേസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് സെപ്പറേറ്റ് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് കോൺട്രാക്ട് ഉണ്ട്. അത് അവർ കളക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മേയർ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇതില്ല. ഞങ്ങൾ ഇത് ഇപ്പോൾ മാഡം പറയുന്നത് പുറത്തു നിന്ന് വന്ന വേസ്റ്റ് ആണ്, അത് കോർപ്പറേഷനാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം എന്തായാലും ടണലിനകത്തേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷൻ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇത് ക്ലീൻ ചെയ്യാനുള്ള നടപടിയൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. സ്വീകരിക്കുന്നില്ല. ഇത് ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ തയ്യാറാണ്. ഇത് ഇപ്പൊ 2015-18 കോർപ്പറേഷൻ തന്നെയാണ് ക്ലീൻ ചെയ്തത്. ഞങ്ങൾ പെർമിഷൻ കൊടുത്ത് അവർ ചെയ്തു. ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ റെഡിയാണ്. ഞങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഇത് ഈ ഒരു പോർഷൻ, അതായത് ഈ താഴെയുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ രണ്ട് സൈഡും ഇപ്പൊ നടത്തി വരുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് കാണുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നേവി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. നേവി വരികയാണെങ്കിൽ അവരുടെ ഒബ്സർവേഷനില് നമുക്ക് ഈ ഭാഗം പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം. അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ തരാം. മീഡിയ കഴിഞ്ഞ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഒരു സെക്കൻഡ് കേൾക്കുന്നില്ല. അതിന് മാറ്റാൻ പറ്റുന്ന അത് ഞങ്ങൾക്ക് എക്സാമിൻ ചെയ്യണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നാരോ പോയിന്റ്സ് വരുന്നുണ്ട്. അതാണല്ലോ ഒരു ഇഷ്യൂ വരുന്നത്. അത് ഞങ്ങൾക്ക് മറ്റേ ട്രാക്ക് മുകളിൽ കൂടെ പോകുന്നുണ്ട്. സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, ട്രെയിനിന്റെ ഓപ്പറേഷൻസ് ഇഷ്യൂസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ടണൽ വൃത്തിയാക്കാതെ ഈ പറയുന്ന ഒഴുക്ക് ഒരിക്കലും മാഡം ഇപ്പൊ പബ്ലിക് എന്ന രീതിയിൽ ഞാൻ ഒറ്റ ചോദ്യം ഇപ്പൊ വന്നാല് ഇവിടെ പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാൻ അനുവദിക്കുമോ? പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കുമോ? റെസ്ക്യൂ നടക്കുമ്പോൾ ഞങ്ങൾ തരാം. നിങ്ങൾ പറയാം. വെയിറ്റ് അവരൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയണ്ട. മറിച്ച് ബോഡി കണ്ടെടുക്കണം. ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് മേയർ റെയിൽവേ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അനുവാദം ചോദിക്കുന്നതിനായിട്ട് റെയിൽവേ സമീപിച്ചിട്ടുണ്ടായിരുന്നു. മേയർ റെയിൽവേ സമീപിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കത്ത് തന്നിട്ടുണ്ടോ? അവിടെ നിന്ന് തന്നിട്ടുണ്ട്. കോർപ്പറേഷൻ തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ, അതായത് മേയറും മിനിസ്റ്ററും എല്ലാം ഇന്നലെ പറഞ്ഞ കാര്യം, ഈ റെയിൽവേ പിറ്റിന് താഴെ ഉള്ള ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പലതവണ പെർമിഷൻ ചോദിച്ചിട്ട് റെയിൽവേ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ക്ലീൻ നടക്കാത്തെന്ന് പറയുന്നുണ്ട്. ഇല്ല അങ്ങനെയില്ല. ഞങ്ങൾ അങ്ങനെ ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അവർ ചോദിച്ചിട്ടുമില്ല. അവർ ഞങ്ങളോട് പറഞ്ഞു ക്ലീൻ ചെയ്യണം എന്ന്. ആക്ച്വലി ഇത് പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള ലെറ്ററുകൾ ഉണ്ടായിട്ടില്ല. ഇത് ക്ലീൻ ചെയ്യണം. ഞങ്ങൾക്ക് പെർമിഷൻ തരണം, അവർക്ക് പെർമിഷൻ തരണം എന്നുള്ള ലെറ്റർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് തന്നിട്ടുണ്ട്. റെയിൽവേ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. പെർമിഷൻ ആവശ്യപ്പെട്ട ലെറ്റർ തന്നിട്ടില്ല. ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു പ്ലീസ് നിങ്ങൾക്ക് 2023 റെയിൽവേ വൃത്തിയാക്കിക്കോളാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇപ്രാവശ്യവും റെയിൽവേ തന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് വൈകിയത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ കളക്ടറേറ്റ് നഗരസഭയിൽ നിന്ന് ലെറ്റർ വന്നു എന്നാണ് അവർ പറയുന്നത്. ഇല്ല, അതിപ്പോ എപ്പോഴും മൺസൂണിന്റെ തൊട്ട് മുമ്പ് അവരൊരു മീറ്റിംഗ് കൂടാറുണ്ട്. കോർപ്പറേഷൻ മേയറിന്റെ ലെവലിൽ, മിനിസ്റ്റർ ലെവലിൽ. ആ സമയത്താണ് അവർ പറഞ്ഞത് ഈ വേസ്റ്റ് റെയിൽവേയുടെ സൈഡിലുള്ള വേസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളത്. വൈകിപ്പോയല്ലോ. അത് ഞങ്ങള് വൈകിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇത് ബേസിക്കലി റെയിൽവേയുടെ
എന്താ പറയാ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആക്ച്വലി കോസിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം ഇതിനിടയിലുള്ള ഒരാളിനെ പിടിച്ച് ശരിക്കില്ല നമ്മൾ ഈ കോസ് എങ്ങനെ ഇഷ്യൂ എന്ന് പറഞ്ഞാലേ മേഡം ഈ പറയുന്ന എല്ലായിടത്തും ഒഴുകി വരുന്നത് വന്ന് ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ്. അതെ ഡംപ് ചെയ്യുന്ന ഇവിടെയാണ്. ബിക്കോസ് ഞങ്ങളൊരു മെഷ് വെച്ചുകൊണ്ട് ഈ വേസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. ഇത് സൊല്യൂഷൻ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നു പറഞ്ഞാൽ മെഷ് ഇച്ചിരി വലിയ ഹോളാണ്. നിങ്ങൾ കണ്ടല്ലോ, ആ മെഷിലൂടെ എല്ലാ പ്ലാസ്റ്റിക് അകത്ത് കയറുന്നുണ്ട്. അതുകൂടെ താഴത്തെയും കുറെ ഇറോഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വെള്ളം കംപ്ലീറ്റ് അതിനകത്ത് കയറുന്നത്. പിന്നെ അതിന് ഞങ്ങൾ ഇനി അത് പ്രോപ്പറായിട്ട് ഞങ്ങളിത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഡിസിഷൻ എടുത്തിട്ട് അത് പ്രോപ്പർ മെഷ് ഇട്ടിട്ട് താഴത്തെ ഒരു ഇതിലേക്ക് സോ ദാറ്റ് നമ്മുടെ ഈ അഡീഷണൽ വേസ്റ്റ് പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ കയറാതിരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. വൈകിയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിത് ഞങ്ങളത് സാധാരണ മൺസൂൺ ഈ സമയത്തല്ലേ ചെയ്യുന്നത് അല്ലെ? മൺസൂണിന് തൊട്ട് മുമ്പാണ് ഞങ്ങളൊരു പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ലാസ്റ്റ് ഇയർ മാത്രം ഫസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്, ഇത് ആര് ചെയ്യും എന്നുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു സ്റ്റാൻഡ് റെയിൽവേ ഹാസ് ടേക്കൺ എ സ്റ്റാൻഡ് ഞങ്ങൾ ചെയ്യില്ല. ഇത് ഞങ്ങളുടെ ഇതല്ല. ബിക്കോസ് ഇത് വരുന്നത് വേസ്റ്റ് വരുന്നത് പുറത്തുനിന്നാണ്. സോ കോർപ്പറേഷൻ ഷുഡ് ഡു അതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഇയർ മാത്രമാണ് റെയിൽവേ ഇച്ചിരി ഇനിഷ്യേറ്റീവ് എടുത്തത്. പക്ഷേ കോർപ്പറേഷൻ പറയുന്ന ഒരു കാര്യം, നേരത്തെ കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്യാൻ വന്നപ്പോൾ അവർക്കെതിരെ നടപടി എടുത്തു. എവിടെയാണ് നിങ്ങൾ അത് എവിടെയാണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നഗരസഭ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്ഷൻ എടുത്തു എന്നാണ് നഗരസഭ പറയുന്നത്. അല്ല, എവിടെയാ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസ്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, നഗരസഭ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടില്ല. ഞങ്ങൾ റെഡിയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. ഞങ്ങളുടെ സൂപ്പർവിഷൻ ചെയ്യുന്നേ ഉള്ളൂ. പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഒരു ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്തതിൽ എന്താ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, മെഷ് ഉണ്ടല്ലോ, മെഷിനെ നമ്മൾ കുറച്ചൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോവാണ്. ആ മെഷ് നമ്മൾ കണ്ടല്ലോ, ഈ പാർസൽ ഓഫീസ് സൈഡിൽ വരുന്ന മെഷ് നെറ്റ് ഇച്ചിരി വലിയ നെറ്റാണ്. അതുകൊണ്ടാണ് ഈ വല്ല ഫോഴ്സിൽ വരുമ്പോൾ വെള്ളം മുഴുവൻ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മുടെ ഇങ്ങോട്ട് കയറി വരുന്നത്. സോ അവിടെ ആ മെഷ് ഞങ്ങളൊന്ന് കുറച്ചും കൂടെ പ്രോപ്പർ ചെറിയ മെഷ് ഇട്ട് സോ ദാറ്റ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അകത്ത് കയറത്തില്ല. പിന്നെ അടിയിലുള്ള ഇറോഷൻ ഉണ്ട്, അതും ഞങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്നിട്ട് കോർപ്പറേഷൻ എപ്പം വന്നാലും അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ റെയിൽവേ കൊടുക്കും. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. എന്നിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തു എല്ലാവർക്കും, എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാർക്കും. ഞങ്ങൾ എല്ലാം റെയിൽവേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം റെയിൽവേ ചെയ്തു. പക്ഷേ തുടക്കത്തില് ഈ തൊഴിലാളിയെ കാണാതായി എന്ന് പറഞ്ഞ സമയത്ത് റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, തൊഴിലാളികൾ വന്ന ശുചീകരണ പ്രവർത്തനത്തിന് കരാർ തൊഴിലാളികൾ വന്നത് അറിഞ്ഞില്ല എന്നാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല.